ശ്യാം പ്രസാദ് ഉത്തമൻ. അങ്ങനെയെങ്കിൽ നിലവിലെ സംവിധാനത്തോട് തൃപ്തിയില്ല, മറ്റൊരു ഏജൻസി, കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചാൽ മാത്രമേ നിഷ്പക്ഷമായ രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാകൂ എന്ന് കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രജീഷ, ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യയാണ് ഇത് സംബന്ധിച്ച് ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. നിലവിലെ ഈ പോലീസ് സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും അന്വേഷിച്ചാൽ മാത്രമേ തങ്ങളുടെ കുടുംബത്തിന് നീതി ലഭിക്കൂ എന്ന കാര്യവും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളുകളായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്, സർക്കാർ തന്നെ പറഞ്ഞതാണ്, ഈ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണോ കുറ്റക്കാർ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന സർക്കാർ പലകുറി ആവർത്തിച്ച് പറയുകയും അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആ ഘട്ടത്തിൽ കുടുംബത്തിനൊപ്പം വന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. പിന്നീടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അനക്കവും ഇല്ലാതെ ഇരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നവീൻ ബാബുവിനെതിരെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് റവന്യൂ വകുപ്പിന് കൈമാറുകയും ചെയ്തതാണ്. റവന്യൂ വകുപ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതാണ്. റവന്യൂ മന്ത്രി നൽകിയ ആ റിപ്പോർട്ട് തന്നെ വ്യക്തമാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കാര്യം പാർട്ടിക്കാരൊക്കെ തന്നെ എന്താണ് MP ഗോവിന്ദനടക്കം പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഒപ്പമുണ്ട്, നവീൻ ബാബുവിനൊപ്പമുണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും അവർ കമ്മ്യൂണിക്കേഷൻ കുടുംബവുമായി നടത്തി ഒരു തരത്തിലും നീതികേട് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ മറുവശത്ത് നമ്മൾ എന്താണ് കണ്ടത്? PP ദിവ്യയെ സ്വീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ ജയിലിന് മുന്നിലെത്തി സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോവുകയാണ്. അന്നേ ഈ കുടുംബത്തിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരുന്നു. അതവർ പറഞ്ഞില്ല മാധ്യമങ്ങളോട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അവർ അതിൻ്റെയൊക്കെ തന്നെ അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഇനി ഒരു ഈ കേന്ദ്ര ഏജൻസിയിലാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസിനെ അപ്പാടെ അവർക്ക് അവിശ്വസിക്കേണ്ടി വന്നിരിക്കുന്നു അല്ലേ ശ്യാം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഇതിന് പോലീസിന്റെ അന്വേഷണ പരിധിയിലായതിനാൽ തന്നെ അവർ ആദ്യഘട്ടത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. മന്ത്രി പോലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, അതിന് യാതൊരുവിധ തെളിവുമില്ല, അതോടൊപ്പം തന്നെ ഈ പമ്പിന് അനുമതി വൈകിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നടക്കമുള്ള റവന്യൂ മന്ത്രി ഇത് സംബന്ധിച്ച് തുടർ നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആ റിപ്പോർട്ട് കൈമാറിയതാണ്. പക്ഷേ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ട് നാളുകൾ പിന്നിടുന്നു. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കൈക്കൂലി ആരോപിക്കപ്പെടുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ആളെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടുമില്ല. ഇതിൽ പ്രധാനമായിട്ടും കളക്ടർക്കുൾപ്പെടെ എതിരെ വരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വേദിയിലേക്ക് ഈ PP ദിവ്യയുടെ ഒരു സംഘടനാ നടപടി എടുത്ത ശേഷം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയതോടുകൂടി അവിടെ അതിന് സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. കാരണം പ്രശാന്തൻ എന്ന കഥാപാത്രം, കളക്ടറിന്റെ സാന്നിധ്യം, കളക്ടറുടെ അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കളക്ടർ റോൾ, ഇതിലൊന്നുമേ ഒരു തുടർച്ച ഉണ്ടാകാത്ത സ്ഥിതിക്ക് ആ കുടുംബത്തിന് ഈ സംവിധാനത്തെ അവിശ്വസിക്കേണ്ടി വന്നിരിക്കുന്നു. ശ്യാമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ആ കുടുംബത്തിന് അവർക്ക് അവരുടെ ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ തന്നെ നഷ്ടമായിരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഒപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് പലകുറി പറഞ്ഞിട്ടും പക്ഷേ ഒരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കുടുംബം തങ്ങൾക്ക് ഈ നിലവിലെ ഈ സർക്കാർ സംവിധാനത്തിൽ ഈ അന്വേഷണത്തിൽ ഒരു വിശ്വാസ്യതയും ഇല്ല എന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ തന്നെ പറയുന്നുണ്ട്